हर सफर में तेरी कमी दिल तेरा ही तो है ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ് വെറൈറ്റി ആയിട്ട് ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോർ കുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ് പറമ്പില്. നമ്മളേ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അവിടെയാണല്ലോ എല്ലാം അപ്പൊ അത് കുഴപ്പമില്ല. ഞാൻ വേർതിരിക്കുന്നതൊക്കെ സെറ്റ് ചെയ്യണതിന്റെ ഇതിലായിരുന്നു. ഗ്യാസ് ഒക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്നായിരുന്നു അടുക്കളയിൽ നിന്ന്. യാ അപ്പോ ഇന്നെന്താ നമ്മൾ വയ്ക്കാൻ പോകുന്നത്? സാധനത്തിന്റെ പേര് അറിയില്ല. ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അതെ, പേരറിയില്ല. നമ്മളെന്തായാലും ലാസ്റ്റ് ഒരു പേരിടാം എന്തെങ്കിലും ആയിട്ട്. അതെ 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 അതെ. അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ വിനീഗറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് എന്തോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോയി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ വെച്ച ചിക്കൻ. പിന്നെ ഇത്ര നേരം ഞങ്ങളുടെ വോയിസ് ഓവർ ആയിരിക്കും നിങ്ങൾ കേട്ടോണ്ടിരുന്നുണ്ടാവുക. ഇനി നമ്മൾ സംസാരിക്കാം. അത് ഇടയിൽ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതാ ഇവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എടി അത് കത്തിച്ചോ, കണ്ടോ? അയ്യോ ലൈറ്റർ എടുത്തില്ല. പറയട്ടെ അപ്പോ എന്ത് പറയട്ടെ, ഇത് എന്ത് സംഭവം വെച്ചിരിക്കുന്നേ പറയണ്ടേ? അപ്പൊ ഇത് നമ്മള് ഫസ്റ്റ് ഈ എണ്ണ ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാം. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ആയിക്കോട്ടെ, അവിടെ വെച്ച് ഇനി കാക്ക വല്ലതും പണി വെച്ചിരിക്കുന്നേ അറിയില്ല. ഇവിടെ കാക്ക പണി വെച്ചിരിക്കാനില്ല, അതിനാണ് കറക്റ്റ് വെച്ചിരിക്കുന്നത്. ടേബിള് ഇത് തിരിച്ചിടാനൊക്കെ പാടാനുണ്ട്. അതിനല്ല 2 സാധനം, ഇത് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടു. ഏട്ടാ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, എന്നെ തണുത്തിട്ടേ അറ്റ്ലീസ്റ്റ് ചൂടാവട്ടെ. ഒന്നും യാഷി അവിടെ കളിക്കുകയാണ്. ക്യാമറ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഈ പരിപാടി രാവിലെ തുടങ്ങുന്നത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കണമല്ലോ. കഥ പറയണ്ട പിന്നെ. അപ്പൊ എന്താ ഞങ്ങൾ ഫസ്റ്റ് തീ കത്തിച്ചിട്ട് അല്ലേ, അങ്ങനെ പറയാ, വിറക് കൂട്ടിട്ട് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്, പ്ലാൻ ചെയ്തത്. പക്ഷേ ഒന്നാമത്തെ മണ്ണ് നനഞ്ഞിരിക്കുകയാണ്. നല്ല മഴയൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട്. കണ്ടല്ലോ, ഒരാഴ്ചയായിട്ട് മഴ ആയിരുന്നു ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞ ആക്ഷൻ കളിക്കാം. കുറച്ചുകൂടെ തളക്കട്ടെ, നല്ല തളക്കട്ടെ. ഇത് പാടുമ്പോഴാണ് അവിടെ കുറയുന്നത്. എന്ത് പറയുന്നു? ഈ കാറ്റുള്ളത് കൊണ്ട് നേരെ തീ വരുന്നില്ല നിലയ്ക്ക്. അതാണ് തീ നേരെ കിട്ടാതിരുന്നത്. എങ്ങനെ എപ്പാവണം? അപ്പൊ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മണമില്ലേ? ഇല്ല, ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്തിനാണ് അടച്ചു വെക്കണം? 15 മിനിറ്റ്. അവിടെ നിൽക്ക്.
15 മിനിറ്റ് തന്നെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് മതി. കാരണം നോൺ സ്റ്റിക്ക് നമ്മുടെ പാത്രത്തിന്റെ നോൺ സ്റ്റിക്ക് ഇത്തിരി പ്രശ്നമാണ്. അതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാം. ഇപ്പൊ മറിച്ചിടാവുന്നത് എന്താ മണം? എന്റെ കയ്യിലാക്കല്ലേ. യക്ഷിയുടെ ചിരി പോലെ ഉണ്ട്. ഒരുപാട് എടുക്കാനേ കിട്ടുള്ളൂ. അത്രയൊന്നും ഒഴിക്കണ്ട കേട്ടാ. ഉണ്ടല്ലോ എണ്ണ, ജസ്റ്റ് ഒന്ന് ആക്കി വിട്ടാ മതി. കൈ കൊള്ളുന്നു. കുറച്ച് അടച്ചു വെക്കും. ഈ എണ്ണ അത് ആ സൈഡ് ആയണ്ട ഇത് ഇടും. അടച്ചു വെക്കും കുറച്ച്. എത്ര പ്രാവശ്യം അങ്ങനെ നടക്കുന്നത്? പോയി നിൽക്കാം. കണ്ടോ ആയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇത് നല്ല പണിയുണ്ട് എന്നാണ്. പണി നല്ല രീതിയിലുണ്ട്. ഇത് ലോ ഫ്ലെയിം ആക്കണം. കുക്കി മറിച്ചിട അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടാ. ഉപ്പ് കുറവാണ്. ഞാൻ പറഞ്ഞു നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഉപ്പ്. എനിക്കറിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ. നിങ്ങക്ക് എന്നാ പിന്നെ ഇട്ടൂടായിരുന്നു. നിങ്ങക്ക് ഇട്ടില്ല. മയോണൈസും കൂട്ടിട്ടല്ലേ കഴിക്കുന്നേ. മയോണൈസിൽ ഉപ്പില്ലേ? അപ്പൊ ആ ഇൻഗ്രീഡിയൻസില് ഉപ്പ് കുറച്ചുകൂടി ഇടുക. ഏട്ടാ ഇത് നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ട് എടുക്കല്ല. അത്യാവശ്യം നല്ല സമയം പിടിക്കുന്നു. അത് അങ്ങനെ തന്നെ ഒരു ഭാഗത്തേക്ക് ചൂടധികം എത്തില്ല. അത് ഈ കാറ്റ് അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് തീ കത്താകുമ്പോഴാണ് ഞാനിവിടെ ഒരു പാഡ് വെക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. എന്തെങ്കിലും കാർബോർഡ് എടുത്ത് വെക്കും. അത് ഇന്നലെ മീനെടുത്തിട്ട് കറുപ്പ് സാധനമില്ലേ, അതെടുത്ത് വെച്ചാൽ മതി. അയ്യോ, കാറ്റ് കാരണം തീ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇതിന്. അതുകൊണ്ടാണ് കാർഡ്ബോർഡ് വെച്ച കാര്യമില്ല. അന്നേരം അത് ഇളകിക്കൊണ്ടിരിക്കുക. ഔട്ട്ഡോർ കുക്കിംഗ് ആകുമ്പോൾ അങ്ങനത്തെ പല സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടണം. എനിക്ക് കുറച്ച് നേരം ആയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ അതാവും എന്റെ മനസ്സ് നന്നായി പറയുന്നില്ല. ഇത് ഉരുകും കണ്ടു. നീ ഈ സാധനം എടുത്ത് ഇങ്ങനെ വിൽക്കും. ഒന്നൊന്നര ചിക്കനായി പോയി. എനിക്കുണ്ടല്ലോ. ആവുള്ളൂ മിണ്ടാതിരിക്കുന്നു. ചിക്കൻ അങ്ങനെ മുറിച്ചു. ചിക്കനെ ഏട്ടൻ 4 പീസാക്കി.
അല്ല ഇത് ചട്ടിയിൽ തികയുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കത്രിക എടുത്തിട്ടോ, പിന്നെ കത്തിരി തലയും കൂടെ എടുത്തോളാം. എത്ര പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നടക്കപ്പാവുന്നത്. ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തി ഹാഫ് ബോയിൽ കാണിച്ചിട്ട് ഹാഫ് ബോയിൽ എനിക്ക് കിട്ടില്ല. എന്നാ പിന്നെ വേണ്ട, ചപ്പാത്തി കഴിക്കണ്ട. എനിക്കൊന്നും വെക്കാൻ വയ്യ. ഞാൻ പരത്തി തരാം. കുഴക്കുകയും ചെയ്തു, ഞാൻ ചുട്ട് തരാം. പിന്നെ എനിക്ക് കയറില്ലേ, ഞാൻ തന്നെ തിന്നോളാം, നീ തിന്നണ്ട. ഞാൻ മയോണൈസ് മുക്കി കഴിക്കാം, എനിക്ക് ചപ്പാത്തി ഒന്നും വേണ്ട. എന്റെ റെസിപ്പി അല്ലേ, എങ്ങനെ നന്നാവാതിരിക്കാം. അതെ അതെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. എന്ത്? ചിക്കൻ റോൾ. അത് വേണ്ട തോന്നുന്നു, നമുക്കിത് കഴിക്കാം. അവിടെ നായൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, മണം വേറെ ലെവലായിട്ട്. ആൻറ്റി ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വാട്സാപ്പിലോട്ടല്ലോ. ഇതിൽ നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തു പറഞ്ഞ നല്ല കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, പക്ഷെ യാഷിയും കൂടെ ഇത്തിരി ടേസ്റ്റ് ചെയ്യുന്നല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഫുഡ് കളർ ആഡ് ചെയ്യാതും സൂപ്പറായിട്ടുണ്ട് കാണാനോ. ഫുഡ് കളർ കാണാൻ വേണ്ടി മാത്രം അല്ല, ഇല്ലെങ്കിലും കാണാൻ സൂപ്പറായിട്ടുണ്ട് പറയാ. ഇതിന്ന് കുറച്ച് പീസുകൾ ഞാൻ എടുക്കട്ടെ. എന്തിനാ? നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ. ഇപ്പൊ തന്നെയാ? നമുക്കിത് മാറ്റിട്ട് ഇങ്ങനെ വറുത്താക്കിയല്ലോ. ഇതിപ്പോ എന്താണ്, ഇപ്പൊ സെറ്റ് ആയല്ലോ, പിന്നെ ഇനി എന്താ പ്രശ്നം? ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഏട്ടാ മതി, ഇനി ആയത് ഉടഞ്ഞു വീട്ടാ. ആയിട്ടില്ല, ഉള്ളൊന്നും ആയിട്ടില്ല. എന്റെ ഇത് ബാബ ബാബ യാഷി യാഷി നോക്കട്ടാ, ഭയങ്കര സീരിയസ് ആയിട്ടാണ്. പിണക്കമാണു യാച്ചു, പിണക്കമാണു. അവന് ഉറക്കമൂടാണോ? ഉറങ്ങിയല്ലോ. യാശു വിളിച്ചേ, യാശു യാശു. ഇവന്റെ ചെരുപ്പ് അവിടെ ഒന്നും കാണാനില്ല, നായ കൊണ്ടുപോയോ? നായ? നീ അൽമാര വെച്ച് പൂട്ടിയില്ല നിന്റെ ചെരുപ്പ്? ഫോൺ എവിടെയാണ്? അവന്റെ കളിപ്പാട്ടപ്പെട്ടില്ല. എന്നിട്ട് ഫോൺ എവിടെയാണ്? മറ്റേ സെറ്റിന്റെ അടിയിൽ പോയി നോക്കുന്നു. മറന്നാ? അവനെ വെച്ചത് ഓർമ്മയില്ല, നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കറക്റ്റ് എടുക്കും. ഡാൻസ് കളിച്ചു സ്പീഡൊക്കെ സൂപ്പറായിട്ടുണ്ടാവും. ഈ ഭാഗം കൂടെ വെച്ചിട്ട് മാറ്റാം. സ്വത്ത് പാ നമ്മന്റെ കുട്ടി വടി മേഞ്ചില്ല അവനെ. ചിക്കൻ ഉരുക്കിയെടുക്ക, ചിക്കന് വെറൈറ്റി ഒന്നും വിചാരിക്കില്ല. ഇതേ ഏട്ടാ, ഇത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാ. ചിക്കൻ കുറച്ച് മിറന്റെ ഒഴിക്കുന്ന ചിക്കൻ ഉടഞ്ഞ് പഞ്ചറായി. ഉടഞ്ഞ് പഞ്ചറായി. എവിടെ ഉടഞ്ഞു? ഇത് നോക്ക്, മൊത്തം ഉടഞ്ഞു. കൈയും കാലൊക്കെ വേറെ വേറെ. അത് നിങ്ങൾ കൈയും കാലം നിങ്ങൾ വേറെ ആക്കിയതാണ്. ചിക്കനായിട്ട് ആയതല്ല, നിങ്ങൾ ആക്കിയതാണ്. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടാ. സൂപ്പർ സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പൊ തന്നെ നന്ദു അതിന്റെ പകുതി കഴിച്ചു കഴിഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. ഓണിയൻ നമുക്ക് മതിലിരിക്കാം. എന്റെ കൊച്ചപ്പുറത്ത് പോണ്ടാ. ആ മതില് പോയിരുന്നു, ആ മതില് പോയി. അവൻ അവിടെ നിന്ന് ഇളകിയ രണ്ടുപേരും കൂടെ പോണ്ടാ. അഹങ്കാരം പാമ്പും ഉണ്ടാവും. പിന്നെ മതിലിന്റെ മണ്ടയ്ക്ക് ഇരിക്കണ പറയുമ്പോ പിന്നെന്താ പറയണ്ടത്? അമ്മ വേണ്ട, അവനെ കൊണ്ട് ഇരിക്കണ്ട, അവനെ ഇങ്ങെടുത്താ ഞാൻ എടുക്കാം. പിന്നെ എല്ലാം ആയിട്ടാ, എല്ലാം ആയി. ഇനി ആയി വെന്തോ ഉടയോ? ഇത് ഏട്ടാ മതിയാക്കേട്ടാ, ഇതില്ലേ ഉടയാൻ തുടങ്ങി. നല്ല വെന്തു.
മതിയാ? മതി മതി, ധാരാളം. ഫൈനലി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ പേര് ബാബ ചിക്കൻ. യാഷിൻ്റെ ബാബ. നമ്മുടെ എന്നിട്ട് നമുക്ക് ചിക്കനെ കാണിച്ചു കൊടുക്കണ്ടേ? ഈ കണ്ടോ എല്ലാം അങ്ങനെ സെറ്റായി. പക്ഷെ എല്ലാം ഉടഞ്ഞു കേട്ടാ. എന്നാലും ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉടഞ്ഞാലും കുഴപ്പമില്ല, യാഷിക്കും ഇഷ്ടായി. യാഷിക്ക് ഇഷ്ടമായി. അവൻ ഇനിയും വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ ഞങ്ങള് ഇവിടെ ഫ്രണ്ടില് സെറ്റ് ചെയ്തു, അവിടെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചിട്ട് മുറ്റത്ത്. അതുപോലെ ഞങ്ങള് ഇതിൽ തന്നെ ചിക്കൻ മാത്രം എടുത്തിട്ട് ചിക്കൻ റോള് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് എന്തായാലും അത് വേണ്ട വിചാരിച്ചു, കാരണം കഴിക്കാനുള്ള ആക്രാന്തത്തിലിരിക്കണം. അതെ. അപ്പൊ ഇന്നെന്തായാലും അത് വേണ്ട വിചാരിച്ചു. നാളേക്ക് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കും. ഇവിടെ ഭയങ്കര കൊതിയുണ്ട്. ഇത്ര നേരം കടിച്ചില്ല. അല്ല പറയാ, ഇത് ഫുൾ ഷേക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ ബാബ ചിക്കൻ ഫ്രൈ റെഡി ആയി. ഓക്കെ, ഇനി നമുക്ക് കഴിക്കുന്നിടത്തേക്ക് പോവാം. യെസ്, ഒന്നും നോക്കണ്ട. നീ സ്ലോ മോഷൻ കാട്ടുമ്പോൾ ഇവിടെ കഴിയും. മഴ ഉണ്ടെങ്ങനെ എഗ്ഗിന്റെ ആയതുണ്ടോ? എങ്ങനെയുണ്ട് യാശ? അല്ല, അവൻ ഓൾറെഡി പറഞ്ഞു. യാശി പറയൂ, എങ്ങനെയുണ്ട് യാശി? ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. യാശ ശരി, അപ്പൊ നമ്മുടെ അടുത്ത ചിക്കൻ റോൾ കാണുന്നവരെ ബൈ ബൈ.